മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശിനെ പിന്തുണച്ചതിൽ ലീഗിനെതിരെ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട് മാത്യു കുഴൽനാടൻ. ഘടകകക്ഷികൾക്ക് അഭിപ്രായം പറയാം, എന്നാൽ ആരും ലക്ഷ്മണരേഖ കടന്നിട്ടില്ല. എല്ലാവരും പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകണം എന്നതുകൂടിയാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. അഭിപ്രായങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ, എന്തോരം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ ആരും അതിനൊരു ഒരു ലക്ഷ്മണരേഖയുണ്ട്. ആ ലക്ഷ്മണരേഖ ആരും ക്രോസ് ചെയ്യാറില്ല, ക്രോസ് ചെയ്യത്തില്ല. അത് രാഷ്ട്രീയ മര്യാദയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത്. എം ജി പ്രതീഷ് ചേരുകയാണ്. എം ജി പ്രതീഷ്, അതാണ് ഓർമ്മിപ്പിക്കുന്നത്. കൃത്യമായി തന്നെ മാത്യു കുഴൽനാടൻ എതിർപ്പ് പറയുന്നു. ആരും ലക്ഷ്മണരേഖ ഇതുവരെ കടന്നിട്ടില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വിനീത, തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശന് പിന്തുണ പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് തങ്ങളാണ്. പക്ഷേ ഇതിന് പിന്നാലെയാണ് അതിൽ ഒരു അതൃപ്തിയായി അല്ലെങ്കിൽ ഒരു വിമർശനവുമായി തന്നെ മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നിരിക്കുന്നത്. സാധാരണ മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെടരുത് എന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു പരോക്ഷ വിമർശനം കൂടിയാണ് മാത്യു കുഴൽനാടൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ തെറ്റായി ഇത്തരത്തിൽ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെ തെറ്റായി ചിത്രീകരിക്കരുത് എന്നുള്ള കാര്യം കൂടി മാത്യു കുഴൽനാടൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൃത്യമായി ജനാധിപത്യ രീതിയിലായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുക. കുറ്റമറ്റ രീതിയിൽ പരാതികളൊന്നും തന്നെ ഇല്ലാതെ മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുമ്പോൾ ഏതായാലും ഈ കുഴൽനാടിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ മറുപടി നൽകുന്നുണ്ട് മുസ്ലിം ലീഗ് നേതൃത്വവും. നേതാക്കളിൽ പലരും, പ്രാദേശിക നേതാക്കളൊക്കെ തന്നെയും പലയിടങ്ങളിലും മാത്യു കുഴൽനാടനായി എതിരെയായി പോസ്റ്ററുകൾ വരെ വന്നിട്ടുണ്ട്. ലീഗ് അഭിപ്രായം പറഞ്ഞത് കോൺഗ്രസിന്റെ അടുക്കള കാര്യത്തിലുള്ള ഇടപെടലല്ല എന്ന് ലീഗിന്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം EAM അമീൻ ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്. മൂവാറ്റുപുഴയിലെ ലീഗ് നേതാക്കൾ വിചാരിച്ചാൽ കുഴൽനാടൻ നിയമസഭ കാണില്ല എന്നും അമിതമായി കളിച്ചാൽ പല രഹസ്യങ്ങളും വെളിപ്പെടുത്തേണ്ടി വരുമെന്നുമൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ EAM അമീൻ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. രാഹുൽ സുരേഷ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ചേരുന്നതിന് മുൻപ് നമുക്കിപ്പോൾ